PCM മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ സൗണ്ട് വേവ്സ്, ഫിസിക്സിലെ സൗണ്ട് വേവ്സിൻ്റെ ടൈം പീരീഡ് ഫ്രീക്വൻസി ആ പോർഷൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആയിരുന്നു. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണുക. അത് കണ്ടതിന് ശേഷം പാർട്ട് 2 വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനിയും വൈബ്രേഷനെ പറ്റിയിട്ടാണ്. ആദ്യം നമുക്ക് അറിയേണ്ടത് ഈ ഓസിലേഷനും വൈബ്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ ഓസിലേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇപ്പോൾ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ കാണും. ആ ഇക്വിലിബ്രിയം പൊസിഷന് ടു ആൻഡ് ഫ്രോ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഓസിലേഷൻ. ഇനിയും വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടു ആൻഡ് ഫ്രോ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് തന്നെയാണ് വൈബ്രേഷൻ. പക്ഷേ ഈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ചെറുതായിട്ടുള്ള ഓസിലേഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വൈബ്രേഷൻ എന്ന് പറയുക. വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ്, വൈബ്രേഷനും ഓസിലേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. വൈബ്രേഷൻ എന്ന് പറയുന്നത് ഓസിലേഷൻ തന്നെയാണ്. പക്ഷെ എന്താണ്, അവിടെ ഒരു കണ്ടീഷനുണ്ട്. എന്തായിരിക്കണം? ആംപ്ലിറ്റ്യൂഡ് ചെറുതായിരിക്കണം. കണ്ടോ? വൈബ്രേഷൻ ഈസ് എ മെക്കാനിക്കൽ ഫിനോമിനൺ വെയർ ബൈ ഓസിലേഷൻ ഒക്കർ അബൌട്ട് ആൻ ഇക്വിലിബ്രിയം പോയിന്റ് വിത്ത് സ്മോൾ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ചെറുതായിരിക്കണം. അപ്പോൾ എല്ലാ വൈബ്രേഷൻസും ഓസിലേഷൻസ് ആണ് അല്ലേ? കാര്യം എന്താ? വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇക്വിലിബ്രിയം പോയിന്റിന് അബൌട്ടായിട്ട് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഓസിലേഷൻ എന്ന് പറയും. പക്ഷേ എല്ലാ ഓസിലേഷനും എന്തല്ല? വൈബ്രേഷൻ അല്ല. കാര്യം ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കൂടിയതും ആകാം. ആംപ്ലിറ്റ്യൂഡ് കൂടിയതിനെ നമ്മൾക്ക് വൈബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതുപോലെ ഇപ്പം വൈബ്രേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ഫാസ്റ്റ് ഓസിലേഷൻ. കാര്യം ആംപ്ലിറ്റ്യൂഡ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും? ആ ഓസിലേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ട്യൂണിംഗ് ഫോർക്ക് എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ടോ? അതായത് നമുക്ക് ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു ട്യൂണിംഗ് ഫോർക്ക്. ഈ ട്യൂണിംഗ് ഫോർക്കിനകത്ത് ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കാണാൻ പറ്റും. ആ മാർക്കിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുക അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനെയാണ്. അതായത് നമ്മൾ ഫ്രീക്വൻസി ടൈം പീരീഡും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പം എത്ര ഓസിലേഷൻസ് ഒരു സെക്കൻഡിൽ എത്ര തവണ ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ 256 ഹെഡ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഒരു സെക്കൻഡിൽ ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് എത്ര തവണ വൈബ്രേറ്റ് ചെയ്യും? 256 ടൈംസ് അത് വൈബ്രേറ്റ് ചെയ്യും എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചാൽ ആ ഒബ്ജക്റ്റ് എല്ലാ ഒബ്ജക്റ്റിനും, എല്ലാ മാറ്ററിനും അതിന് ഒരു ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ട്. ഇന്നേറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പോൾ ഒരു ട്യൂണിംഗ് ഫോർക്കിനുള്ള ഒരു ഫ്രീക്വൻസി ആയിരിക്കത്തില്ല ഒരു ടേബിളിനുള്ളത് അല്ലെങ്കിൽ ഒരു പേനയ്ക്കുള്ളത്. ഓരോ ഒബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ചിട്ടും, കാര്യം ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റർ വ്യത്യാസപ്പെടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരും. ഓക്കെ, അപ്പം നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിന് ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി, ആ ഒബ്ജക്റ്റ്, ആ മാറ്ററിലെ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി, അത് ഓരോ മാറ്ററിനും വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പം അതാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ ഫ്രീക്വൻസി എന്തൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് ചോദിച്ചാൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്. ഇപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്ക് തന്നെ പല ലെങ്ത്തിലുള്ളതുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചെറിയ ലെങ്ത്തിലുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് വരാം, അല്ലെങ്കിൽ ലെങ്ത് കൂടിയ ട്യൂണിംഗ് ഫോർക്ക് വരാം. മനസ്സിലായോ? ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരും. അതുപോലെ സൈസ്, ചെറിയൊരു ഒബ്ജക്റ്റും വലിയൊരു ഒബ്ജക്റ്റും വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഡിഫറൻ്റ് ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ഈ 4 ഫാക്ടേഴ്സാണ് മെയിനായിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, സൈസ്, ഇലാസ്റ്റിസിറ്റി ആൻഡ് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ.
ആ മെറ്റീരിയൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഓരോ മെറ്റീരിയലിനും ഓരോന്നാണ്, ട്യൂണിംഗ് ഫോർക്കിൻ്റെ അല്ല ടേബിളിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടേഴ്സ് മാറുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്കും വ്യത്യാസം വരും. ഇനി അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് നാച്ചുറൽ ഫ്രീക്വൻസിയാണ് അല്ലേ. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷനാണ്. അതായത് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റ് തനിയെ വൈബ്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ സ്വന്തം ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ ഈ ഫോഴ്സ്ഡ് ആ പേരിൽ നിന്ന് തന്നെ ഉണ്ട്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മിക്സി ഓൺ ആക്കുന്ന സമയത്ത് അല്ലേ, ഇപ്പോൾ ഒരു ടേബിളിലിരിക്കുന്ന ഒരു മിക്സി നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും അത് വൈബ്രേഷൻ, അതിന് ചെറിയ രീതിയിലൊരു വൈബ്രേഷൻ കാണും അല്ലേ. ആ വൈബ്രേഷൻ ഇതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഈ ഒബ്ജക്റ്റിലേക്കൊക്കെ പാസ് ചെയ്യത്തില്ല, ഇതും ചെറുതായിട്ടെങ്കിലും വൈബ്രേറ്റ് ചെയ്യും അല്ലേ. ആ ടേബിൾ ഉൾപ്പെടെ ചെറിയ രീതിയിലൊരു വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ആക്ച്വലി വൈബ്രേറ്റ് ചെയ്തത് ആരാണ്, ഈ മിക്സിയാണ്. പക്ഷെ അതിൻ്റെ വൈബ്രേഷൻസ് എങ്ങോട്ടൊക്കെ പാസ് ചെയ്തു, അതിന് ചുറ്റിനുമുള്ള ഒബ്ജക്റ്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്തു. അതാണ് അതിൻ്റെ വേർഡ് പറയുക, ഇൻഡ്യൂസ്. അതായത് അപ്പോൾ നാച്ചുറലി വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന് വേറൊരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റിലേക്ക് വൈബ്രേഷൻ ഇൻഡ്യൂസ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോൾ ട്യൂണിംഗ് ഫോർക്ക്, ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച്, ഇപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് നമ്മളൊരു ഹാമർ വെച്ച് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, ഹാമർ വെച്ച് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യും, അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ വൈബ്രേറ്റ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്കിനെ നമ്മളൊരു ടേബിളിൻ്റെ മണ്ടയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിളിനും എന്ത് സംഭവിക്കും, വൈബ്രേഷൻ സംഭവിക്കും. അപ്പം അവിടെ നടന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ്ഡ് വൈബ്രേഷനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് നമ്മൾ പറഞ്ഞു. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അത് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്, ആ ഫ്രീക്വൻസിയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വേറൊരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റിൽ വൈബ്രേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, ഇനിയും ഇവിടെ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട, ഹാക്സോ ബ്ലേഡ്സ് ഒരു 6 എണ്ണം ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഒരു ടേബിളിൽ ഒരു ഇതിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന അതെല്ലാം തന്നെ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ലെങ്ത് വൈസ് നോക്കുവാണെങ്കിൽ ACE ഇത് 3ൻ്റെ ലെങ്ത് ഈക്വലാണ് അല്ലേ. അതുപോലെ BDF അതിൻ്റെ 3ൻ്റെയും ലെങ്ത് എന്താണ്, ഈക്വലാണ്. ഇവിടെ അവർ പറയുന്നുണ്ട് ലെങ്ത് 13 സെൻറ്റിമീറ്റർ ആണ് ACEക്ക്, 17 സെൻറ്റിമീറ്റർ ആണ് BDF. അതൊരു വുഡൻ ബ്ലോക്കിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് A ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ. അപ്പോൾ നമ്മൾ ഈ A എന്ന് പറയുന്ന ഈ ഹാക്സോ ബ്ലേഡിനെ നമ്മളൊന്ന് എക്സൈറ്റ് ചെയ്യിക്കുകയാണെന്ന് വെച്ചോ, ജസ്റ്റ് നമ്മൾ ഫിംഗർ വെച്ചൊന്ന് ജസ്റ്റ് ഒരു വൈബ്രേഷൻ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, A അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും അല്ലേ. ഓക്കെ, അപ്പം A മാത്രമാണോ വൈബ്രേറ്റ് ചെയ്യുക, A മാത്രമാണോ വൈബ്രേറ്റ് ചെയ്യുക, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. വാട്ട് യു ഒബ്സർവ്. നമ്മൾ ഈ Aക്ക് നമ്മളൊരു ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ all the blades vibrate, only A vibrates. ഇതിലേതായിരിക്കും വരിക, all the blades vibrate, എല്ലാം വൈബ്രേറ്റ് ചെയ്യും. കാര്യം അവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് അല്ലേ. ബാക്കി ഈ വൈബ്രേറ്റ് ചെയ്യുന്ന A എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡ് ബാക്കി എല്ലാത്തിനും, ഈവൻ ഈ വുഡിനും ടേബിളിനും ഉൾപ്പെടെ ചെറിയ രീതിയിൽ വൈബ്രേഷൻസ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാം വൈബ്രേറ്റ് ചെയ്യും. ഇനിയും ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്, ഒരേ ആംപ്ലിറ്റ്യൂഡിലാണോ എല്ലാ ബ്ലേഡ്സും വൈബ്രേറ്റ് ചെയ്യുക. അപ്പം അത് ചോദിക്കുമ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ എല്ലാ ബ്ലേഡ്സിൻ്റെയും ലെങ്ത് നോക്കുക. ഈ എല്ലാത്തിൻ്റെയും ലെങ്ത് ഈക്വൽ ആണോ, അല്ല. പക്ഷെ ഏതിൻ്റെയൊക്കെ ലെങ്ത് ഈക്വൽ ആണ്, ഈ A വൈബ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് അല്ലേ. അപ്പം അതേ ഫ്രീക്വൻസിയിലായിരിക്കുമല്ലോ ആര് വൈബ്രേറ്റ് ചെയ്യുക, സിയും പിന്നെ ഇയും വൈബ്രേറ്റ് ചെയ്യുക അല്ലേ. കാര്യം എന്താണ്, എയ്ക്കും സിക്കും ഇക്കും ഒരേ ലെങ്ത് ആണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരേ ലെങ്ത് ആണ്. നമ്മൾ പറഞ്ഞു അതിൻ്റെ ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, ലെങ്ത് ആൻഡ് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. നിങ്ങളിത് നോക്കുവാണെങ്കിൽ ഒരേ വലിപ്പവുമാണ്, ഒരേ ലെങ്ത്തും എല്ലാം ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ നോ, ഒരേ ആംപ്ലിറ്റ്യൂഡിലല്ല. ഒരേ ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യുക ആരൊക്കെയായിരിക്കും? എയും സിയും ഇയും ഒരേ ആംപ്ലിറ്റ്യൂഡ്, ആൻഡ് ദാറ്റ് വുഡ് ബി ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി അല്ലേ? ആ നാച്ചുറൽ ഫ്രീക്വൻസി. അതുപോലെ ബിയും ഡിയും എഫും ആണെങ്കിലും ചെറിയ ഒരേ ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്? അല്ല, നോ. കാര്യം എന്തായിരിക്കും? ഇപ്പം എയും സിയും ഇയും ഒരേ ലെങ്ത് ആണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസപ്പെടും അല്ലേ? അതല്ലെങ്കിൽ ആ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി, അത് വൈബ്രേറ്റ് ചെയ്യുന്ന നാച്ചുറൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പം നമ്മൾ എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പം അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു? അപ്പം എല്ലാം ഒരുപോലെ അല്ല വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. വിച്ച് ഓഫ് ദം വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക? ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എയിൽ നിന്നാണ് അല്ലേ? അപ്പം ബാക്കിയൊക്കെ ഇത് പാസ് ഓൺ ചെയ്ത് വന്ന വൈബ്രേഷൻസ് ആണ്. അപ്പം എ വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലേ? കാര്യം എയിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എയുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വൈബ്രേഷൻ ആയിരിക്കും, എയുടെ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഏറ്റവും മാക്സിമം പോവുക. അപ്പം എ മാത്രമാണോ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക? അല്ല. കാര്യം എന്താ? എയുടെ ലെങ്ത് തന്നെയാണ് സിയുടെ ലെങ്ത്, അത് തന്നെയാണ് ഇയുടെ ലെങ്ത്. അപ്പം എ വൈബ്രേറ്റ് ചെയ്യുന്ന അതേ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും സിയും ഇയും വൈബ്രേറ്റ് ചെയ്യുക. അതായത് എയും സിയും ഇയുമാണ് എന്ത് ചെയ്യുക? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇവിടെ ഈ ബിയും ഡിയും എഫും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്. കാരണം എന്താണ്? ബിയും ഡിയും എഫും എല്ലാം ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് അല്ലേ? കാര്യം നമ്മൾ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആരിൽ നിന്നാണ്? എയിൽ നിന്നാണ്. അപ്പോൾ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. ഇനി ഈ സിയും ഇയും എന്തുകൊണ്ടാണ് എയുടെ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇറ്റ് ഈസ് റെസണൻസ് എന്ന് പറഞ്ഞൊരു ഫിനോമിന. അത് നമ്മൾ അടുത്തതായിട്ട് പഠിക്കും. അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. ഓക്കെ, അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഒരേ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വരുന്ന സമയത്ത്, അതായത് ഇവിടെ എയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും സിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഇയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആണ് അല്ലേ? നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയി വരുന്ന സമയത്ത് അവർ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലായോ? നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസണൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആ റെസണൻസ് മൂലമാണ് എയും സിയും ഇയും ഒരേ ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്തത്? വൈബ്രേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം പക്ഷെ ബിയും ഡിയും എഫും അത്രയും ആംപ്ലിറ്റ്യൂഡ് വരത്തില്ല. പറഞ്ഞ മനസ്സിലാവും? അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ വഴി വന്നതാണ്. ഇനിയും ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്ഡ് വൈബ്രേറ്റിംഗ്, എല്ലാത്തിൻ്റെ വൈബ്രേഷൻ നിന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ബി ആൻഡ് റെക്കോർഡ് ദ ഒബ്സർവേഷൻ. അപ്പോൾ ബി എ, ഇനി ആദ്യം നമ്മൾ എ ആയിരുന്നു എക്സൈറ്റ് ചെയ്തത്, ഇനി എന്ത് ചെയ്യുക? ബിക്ക് എക്സൈറ്റേഷൻ കൊടുക്കുക. ബി എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് കാര്യം ബിയിൽ നിന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം ഇവിടെ ആരൊക്കെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും? ബിയും ഡിയും എഫും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും അല്ലേ? കാര്യം ബിയും ഡിയും എഫിനും ഒരേ ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബിയിൽ നിന്നായതുകൊണ്ട് തന്നെ ബിയുടെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ആയിരിക്കും മാക്സിമം പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ട എന്താണ്? ബിയും ഡിയും എഫും അല്ലേ, അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് വേണം എഴുതാൻ. ഡ്യൂ ടു റെസണൻസ് എന്നുള്ള ഫിനോമിനൻ തന്നെയാണ് അവിടെ നടക്കുന്നത് അല്ലേ? കാര്യം ഈ ബിയുടെയും ഡിയുടെയും എഫിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ്. അപ്പം നാച്ചുറൽ ഫ്രീക്വൻസി ഒരുപോലെയുള്ള ഒബ്ജക്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ആ ഒരു ഫിനോമിനനാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസണൻസ് എന്ന് വിളിക്കുക. ഓക്കെ, when blade A vibrates, why would the hacksaw blade
സി ആൻഡ് ഇ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, സിൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ്, അത് ഇവിടെ പറയുന്നുണ്ട്, സി ആൻഡ് ഇ ആർ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ, ദേ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇവിടെ സിയുടെയും ഇയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി എയോട് ഈക്വൽ ആണ്, അതുകൊണ്ടാണ് അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ ആ ഫിനോമിനെ പറ്റിയിട്ടാണ്, റെസൊണൻസ് എന്നുള്ള ഫിനോമിനൻ. റെസൊണൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്? ഒരു ഒബ്ജക്റ്റ് നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ വേറൊരു ഒബ്ജക്റ്റ്, നമ്മൾ ഫോഴ്സിങ് ഒബ്ജക്റ്റ് അല്ലേ, അപ്പോൾ ആ ഫോഴ്സിങ് ഒബ്ജക്റ്റിൻ്റെയും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിൻ്റെയും, നമ്മൾ നേരത്തെ കേസിൽ എന്താണ് ഫോഴ്സിങ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എയിലല്ലേ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ, അപ്പം എയിൽ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു, സിയും അതുപോലെ തന്നെ ഇയും അല്ലേ. അപ്പം എയിൽ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ എ ആണ് ഫോഴ്സിങ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഫോഴ്സിങ് ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി, അപ്പോൾ എയ്ക്ക് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് അല്ലേ. അപ്പോൾ ആ നാച്ചുറൽ ഫ്രീക്വൻസി ആരുടെയൊക്കെ നാച്ചുറൽ ഫ്രീക്വൻസിയോട് ഈക്വൽ ആവണം? ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്. ഇവിടെ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആരാ? കാര്യം ഇതിൻ്റെ വൈബ്രേഷൻ, ഇത് ഫോഴ്സ് ചെയ്തല്ലേ സിക്കും ഇക്കും വൈബ്രേഷൻ വന്നത്. അപ്പം ഈ സിയും ഇയുമാണ് ഇവിടെ ആര്? ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഫോഴ്സിങ് ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷനുമായിട്ട്, ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി കേട്ടോ, ഫോഴ്സിങ് ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുമായിട്ട് ഈക്വലായിട്ട് വന്നാൽ നമ്മൾ പറയും ആ രണ്ട് ഒബ്ജക്റ്റും എന്തിലാണെന്ന് പറയും? റെസൊണൻസിലാണെന്ന് പറയും. ദ ഒബ്ജക്ട്സ് അണ്ടർഗോയിങ് റെസൊണൻസ്. ഇനി ഈ റെസൊണൻസിലായിട്ടുള്ള ഈ മൂന്ന് ഒബ്ജക്റ്റും വൈബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. അപ്പം ഈ ഒരു ഫിനോമിനന് പറയുന്ന പേരാണ് എന്ത്? റെസൊണൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു ഫിനോമിനനാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെസൊണൻസ്? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫോഴ്സിങ് ഒബ്ജക്റ്റ്, ഫോഴ്സ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയോട് ഈക്വൽ ആണെങ്കിൽ ഈ എല്ലാ ഒബ്ജക്റ്റുകളും ഒരേ ആംപ്ലിറ്റ്യൂഡിൽ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, അത് മാക്സിമവും ആയിരിക്കും കേട്ടോ. അതിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ അത് വൈബ്രേറ്റ് ചെയ്യും. ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസൊണൻസ് എന്ന് വിളിക്കുക. നമ്മൾ ഈ എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരിക, ഇപ്പം MRI സ്കാനിങ്, അതുപോലെ റേഡിയോ ട്യൂണിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി, ഇപ്പം എത്രയിലും 93.5 എന്ന് പറയുന്ന ഒരു മെഗാ ഹെഡ്സിലുള്ള ഒരു ഫ്രീക്വൻസി പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യുന്ന ആ ഒരു സ്റ്റേഷന്, റിസീവിങ് സ്റ്റേഷനിലെ ആ ഒരു ആൻറ്റിനയ്ക്ക്, അല്ലെങ്കിൽ അവിടെ റിസീവ് ചെയ്യുന്ന ആ ഫ്രീക്വൻസി, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഇതും തമ്മിൽ മാച്ച് ആവണം, എന്നെങ്കിൽ മാത്രമേ മാക്സിമം കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ. മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ്, കറണ്ട് ആക്കിയിട്ടാണ് നമുക്ക് എന്താണ് അതിനെ റിസീവ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് അതിനെ റിസീവ് ചെയ്യുക, പിന്നെ അതിനെ കൺവേർട്ട് ചെയ്ത് സൗണ്ട് സിഗ്നൽ ആക്കുക ചെയ്യുന്നത് കേട്ടോ, റേഡിയോ ട്യൂണിങ്. അപ്പോൾ അവിടെ റേഡിയോ ട്യൂണിങ്ങിലാണെങ്കിലും ആ റെസൊണൻസ് എന്നുള്ള ഫിനോമിനൻ അവിടെ ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ വൈബ്രേഷൻസ്, അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിൽ ഒരേ രീതിയിൽ ഉള്ള നല്ലൊരു എന്താ പറയുക, നമുക്ക് പ്ലീസിങ് ആയിട്ടുള്ള ഒരു സൗണ്ടായിട്ട് അത് മാറുന്നത്. അതുപോലെ സ്റ്റെതസ്കോപ്പ് യൂസ് ടു ലിസൺ ടു ഫീബിൾ സൗണ്ട്, നമ്മളുടെ വൈബ്രേഷൻ എന്താണ്, നമ്മളുടെ ബോഡിയിലെ ചെറിയ രീതിയിലുള്ള സൗണ്ട് പോലും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്, ഫീബിൾ സൗണ്ട് റിസീവ് ചെയ്യാൻ. അപ്പോൾ അവിടെയും ആ ഒരു റെസൊണൻസ്, ഈ റിസീവ് ചെയ്യുന്ന നമ്മളെ സ്റ്റെതസ്കോപ്പിനും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ വൈബ്രേഷൻസ് ആണെങ്കിലും അത് രണ്ടും തമ്മിൽ മാച്ച് വരണം, എന്നെങ്കിലേ അതിലൂടെ അത് കടന്നു പോകത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ. MRI സ്കാനിങ്, റേഡിയോ ട്യൂണിങ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ നിങ്ങൾ റെസൊണൻസ് കോളംസ് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. അതായത്
ഇവിടെ കണ്ടോ, ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു പൈപ്പ് ഇതിനകത്തോട്ട്, ഹോളോ പൈപ്പ് ഇതിനകത്തോട്ടേക്ക് മുക്കി നിർത്തിയേക്കുക. അപ്പോൾ ഇത് കണ്ടോ, അതായത് പകുതി വരെ ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ഇറക്കി വെച്ചിരിക്കുകയാണ്. ബാക്കി ഇങ്ങോട്ടേക്ക്, അതായത് ഇവിടെ വരെ താഴോട്ടേക്ക് ഈ ഒരു പൈപ്പിൻ്റെ അകത്ത് വെള്ളമാണ് അല്ലേ. മുകളിലോട്ടേക്ക് എന്താണ്, എയറും ആയിരിക്കും അല്ലേ. ഇതിനകത്ത് എയർ കോളം, ഒരു എയർ കോളം അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അകത്ത് വെള്ളം, അകത്ത് എയർ അല്ലേ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് എടുക്കുന്നു. ട്യൂണിംഗ് ഫോർക്കിനെ നമ്മളൊന്ന് വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. എന്തെങ്കിലും ഒരു ഹാമറോ എന്തെങ്കിലും വെച്ചിട്ട് ട്യൂണിംഗ് ഫോർക്കിനെ വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് നമുക്കറിയാം, ട്യൂണിംഗ് ഫോർക്ക് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. സപ്പോസ് നമ്മളൊരു 512 ഹെഡ്സിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് എടുത്തു. അപ്പോൾ ആ ട്യൂണിംഗ് ഫോർക്ക് കൊണ്ടുവന്ന് എവിടെ വെക്കുന്നു, ഈ റെസൊണൻസ് കോളത്തിൻ്റെ, അതായത് ഈ ഒരു പൈപ്പിൻ്റെ മുകളിൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ലെങ്ത്ത് വേരി ചെയ്യിക്കുന്നു. അതായത് ഇതെന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ മുകളിലോട്ടേക്ക്, ഇതിപ്പോൾ താഴോട്ടേക്ക് മുക്കി വെച്ചിരിക്കുകയല്ലേ, ഇതിങ്ങനെ മുകളിലോട്ടേക്ക് റേസ് ചെയ്യുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ഇതിനെ മുകളിലോട്ടേക്ക്, ഞാൻ ഈ പൈപ്പിനെ മുകളിലോട്ടേക്ക് ഉയർത്തും തോറും ഈ വാട്ടർ കോളത്തിൻ്റെ ലെങ്ത് കുറയുകയും എയർ മോളിക്യൂൾസിൻ്റെ ലെങ്ത് കൂടുകയും ചെയ്യത്തില്ലേ അല്ലേ. കാര്യം ഈ പൈപ്പിനകത്തുള്ള എയർ മോളിക്യൂൾസിൻ്റെ ലെങ്ത് കൂടുകയാണ് ഞാൻ ഈ പൈപ്പ് മുകളിലോട്ട് ഉയർത്തിയാൽ. അപ്പം ഞാൻ ഈ ട്യൂണിംഗ് ഫോർക്ക് മുകളിലോട്ട് വെച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് മാറ്റി വേരി ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പൊസിഷൻ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്യൂണിംഗ് ഫോർക്ക്. നമ്മൾക്കിങ്ങനെ ചെറിയ രീതിയിൽ സൗണ്ട് കേൾക്കാം. ഒരു പർട്ടിക്കുലർ ലെങ്ത് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതിൻ്റെ സൗണ്ട് മാക്സിമം ആയിട്ട് നമുക്ക് കേൾക്കാൻ തുടങ്ങും. അതായത് ലൗഡായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കും. അതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അത് റെസൊണൻസ് സംഭവിക്കുമ്പോഴാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഈ പൈപ്പിനകത്ത് ആരുണ്ട്, എയർ മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എയർ മോളിക്യൂൾസിന് വൈബ്രേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ട് വെക്കുമ്പം ഈ ട്യൂണിംഗ് ഫോർക്കിലെ വൈബ്രേഷൻ ഈ എയർ മോളിക്യൂൾസിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ. അപ്പം ആ പാസ് ചെയ്യുന്ന ആ വൈബ്രേഷൻ, അപ്പോൾ എയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. വൈബ്രേറ്റ് ചെയ്ത് അപ്പം നമ്മൾ ഈ ലെങ്ത് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക, നമ്പർ ഓഫ് എയർ മോളിക്യൂൾസും കൂടുക അല്ലേ. അപ്പം ഒരു പർട്ടിക്കുലർ, അപ്പോൾ ഈ എല്ലാ എയർ മോളിക്യൂൾസിൻ്റെയും കൂടെ ഒരു ടോട്ടൽ സമ്മ, അത് വൈബ്രേറ്റ് ചെയ്യുന്ന ടോട്ടൽ സമ്മായിരിക്കും ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി. അത് രണ്ടും കൂടെ മാച്ച് ആവണം. എന്ന് വെച്ചാൽ എന്താ, ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് 512 ഹെഡ്സ്, അത് എന്തിനോട് ഈക്വൽ ആവണം, ഈ എയർ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ. എയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് 512 ഹെഡ്സിലാണെങ്കിൽ നമുക്ക് പറയാം റെസൊണൻസ് സംഭവിച്ചു. ആ റെസൊണൻസ് സംഭവിച്ചത് മൂലമാണ് നമുക്ക് അവിടെ ഒരു ലൗഡ് സൗണ്ട് കിട്ടുന്നത്. ആ വൈബ്രേഷൻസ് രണ്ടും മാച്ച് ആവുമ്പോഴാണ്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഒരു ട്യൂണിംഗ് ഫോർക്ക് വേണമെന്നേ ഉള്ളൂ. ട്യൂണിംഗ് ഫോർക്ക്, ഒരു പൈപ്പും ഒരു ബക്കറ്റ് വെള്ളവും മാത്രം മതി. ഇനി നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളൊരു ബ്രിഡ്ജ്, ഈ റെസൊണൻസ് എന്ന് പറയുന്ന ഫിനോമിനൺ മൂലം ഇറ്റ് ക്യാൻ കൊളാപ്സ് എ ബ്രിഡ്ജ്. അത് നടന്നിട്ടുള്ള ഒരു കേസാണ്. നമുക്ക് 1940 US ഒരു ബ്രിഡ്ജാണ്, ഒരു സസ്പെൻഷൻ ബ്രിഡ്ജായിരുന്നു, ടക്കോമ നാരോസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പണിത ഒരു കുറച്ച് സമയം ആവുന്നതിന് മുന്നേ തന്നെ അത് കൊളാപ്സ് ചെയ്തു. മനസ്സിലായോ? അതായത് നവംബർ 7, 1914 ആ വർഷം തന്നെ എന്ത് ചെയ്തു, അത് കൊളാപ്സ് ആയതിന് കാരണം, അതായത് കൊളാപ്സ് ആയത് അതിൻ്റെ നിർമ്മാണത്തിലുള്ള പാകപ്പിഴവ് മൂലമാണ്. പക്ഷെ അത് എങ്ങനെ കൊളാപ്സ് ആയി എന്ന് ചോദിച്ചാൽ, അവിടെ റെസൊണൻസ് സംഭവിച്ചാണ് ഈ ബ്രിഡ്ജ് കൊളാപ്സ് ആയത്. അതായത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, അവിടെ നല്ല രീതിയിൽ വിൻഡ് ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ കാറ്റിൻ്റെ വേഗത കൂടിക്കൂടി വന്ന് അപ്പോൾ കൂടാൻ വന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത് ചെറിയ രീതിയിൽ എന്ത് ചെയ്തു, വൈബ്രേഷൻസ് ഈ ബ്രിഡ്ജസിന് സംഭവിച്ചു. അതായത് എന്തായാലും അവിടെ നടന്നതെന്ന് വെച്ചാൽ, കാറ്റ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലായിരിക്കും, കാറ്റ് മൂവ് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ അതിനൊരു വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതായത് അവിടെ എയർ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷനാണ് അല്ലേ. അപ്പോൾ ആ വൈബ്രേഷൻ, അതിൻ്റെ ഫ്രീക്വൻസി ഈ ബ്രിഡ്ജിലുള്ള മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിയോട് മാച്ചായി വന്നു. ഒരു പർട്ടിക്കുലർ സ്പീഡിൽ, അതായത് 40 miles per hour അല്ലെങ്കിൽ 60 km/h, അത്രയും സ്പീഡ് എത്തിയപ്പോഴത്തേക്ക്
എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ബ്രിഡ്ജ് കിടന്ന് വൈബ്രേറ്റ് ചെയ്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കൊളാപ്സ് ചെയ്യും അല്ലേ. അപ്പം അത് നടന്നിട്ടുള്ള ഒരു കേസാണ്. ഇതിന് നമ്മൾ ടക്കോമ നാരോസ് ബ്രിഡ്ജ് എന്നാണ് അതിൻ്റെ പേര്. US-ലുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഈ റെസണൻസ് എന്ന് പറയുന്ന ഫിനോമിനൺ സംഭവിച്ചാണ് അത് കൊളാപ്സായി പോയത്. ഓക്കെ, നമ്മൾക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 ഹെർട്സ്. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ്? നമുക്കറിയാം ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എഫ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 1/t അല്ലേ? അല്ലെങ്കിൽ ടി എന്ന് പറയുന്നത് 1 എന്താണ് എഫ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 അപ്പോൾ ഇവിടെ ടൈം പീരീഡ്, ഫ്രീക്വൻസി എന്നിട്ട് ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി എത്രയാണെന്ന് പറയുന്നുണ്ട് 1 ഹെർട്സ്. അപ്പോൾ 1/1 വിച്ച് ഇസ് 1 അല്ലേ. അപ്പോൾ ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തിലാ സെക്കൻഡിൽ വേണം എക്സ്പ്രസ് ചെയ്യാം. 1 സെക്കൻഡ്. If a pendulum takes 0.5 seconds to complete one oscillation, what is its frequency? അതായത് ഒരു പെൻഡുലം 0.5 സെക്കൻഡ് എടുത്തു ഓരോ ഓസിലേഷന് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന എന്താണ്? ഒരു തവണ ഓസിലേറ്റ് ചെയ്യാൻ 0.5 സെക്കൻഡ് എടുത്തു എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നത് ടൈം പീരീഡ് ആണ് കേട്ടോ, ടൈം പീരീഡ്. അപ്പോൾ ടൈം പീരീഡ് തന്നിട്ടുണ്ട്, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫ്രീക്വൻസി ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം 1/t ആണ്, വിച്ച് ഈസ് 1 divided by 0.5 or 1/5/10 അല്ലേ. 10 മോളിൽ പോകുന്നു, എത്ര വരും നമുക്ക് ആൻസർ? 2 എന്ന് കിട്ടും അല്ലേ. അപ്പം 2 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ യൂണിറ്റ്? ഹെഡ്സ്. എപ്പോഴും യൂണിറ്റ് എഴുതാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഏതൊരു ക്വാണ്ടിറ്റിയും നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന് കൂടി യൂണിറ്റ് എഴുതണം മസ്റ്റായിട്ട്. ഇനി a tuning fork of frequency 512 Hz is excited and its stem is pressed on a table. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ അതൊരു ടേബിളെ പ്രസ് ചെയ്യുന്നു. ഡസ് ദിസ് ടേബിൾ വൈബ്രേറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ? യെസ് അല്ലേ. എന്താ ഫിനോമിനൻ നമ്മൾ വിളിക്കുന്ന പേര്? എന്താ ഇതിന് പറയുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ. ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ വേറൊരു ഒബ്ജക്റ്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇതൊരിക്കലും റെസണൻസ് ആയിട്ടുള്ള, റെസണൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം. അതായത് ഈ രണ്ട് ഒബ്ജക്റ്റുകളുടെയും നാച്ചുറൽ ഫ്രീക്വൻസീസ് സെയിം ആയിട്ട് വരണം. സെയിം ആയിട്ട് വരുവാണെങ്കിലാണത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക. ഇവിടെ സെയിം ഫ്രീക്വൻസി ആണ്, നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ് എന്നൊന്നും പറയുന്നില്ല. ദാറ്റ് ഇസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ഭാഗം മതി. ഇതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ പറഞ്ഞ പോർഷൻസിൽ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് വൈബ്രേഷൻ എന്താണ്? ചെറിയ ആംപ്ലിറ്റ്യൂഡിലുള്ള ഓസിലേഷനുകളെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് വിളിക്കുക. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റും വൈബ്രേറ്റ് ചെയ്യുന്ന അതിനൊരു ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ മൂലം വേറൊരു ഒബ്ജക്റ്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വൈബ്രേഷനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വിളിക്കുക. എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ എപ്പോഴും ഓർത്തോളുക. അതുപോലെ ഈ നാച്ചുറൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ലെങ്ത്, സൈസ്, ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരേ ലെങ്ത് ഉള്ള മെറ്റീരിയൽസ്, ഒരേ ലെങ്ത്തും ഒരേ സൈസും ഒക്കെയുള്ള ഒരേ നേച്ചറായിട്ടുള്ള മെറ്റീരിയൽസ് ഒരേ ഫ്രീക്വൻസി, ദെയർ നാച്ചുറൽ ഫ്രീക്വൻസി വുഡ് ബി സെയിം. അപ്പോൾ ഒരേ നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള ആളുകൾ തമ്മിൽ ഉള്ള വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ദേ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസണൻസ് എന്ന് വിളിക്കുക. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഫിനോമിനാണ് റേഡിയോ ട്യൂണിങ്, MRI സ്കാനിങ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റ്, നമ്മൾ റെസണൻസ് എന്നുള്ള ഒരു ഫിനോമിനൺ അറിയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. നമ്മളൊരു ഒരു പൈപ്പ് ഒരു വാട്ടറിൽ ഒരു ബക്കറ്റിൽ
ഇൻമേഴ്സ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഈ വേവ് ഇതിൻ്റെ സൈസ് മാത്രം വേരി ചെയ്യിക്കുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ലൗഡായിട്ടുള്ളൊരു സൗണ്ട് കിട്ടുന്നു. പിന്നെ ഇതിനൊരു ജസ്റ്റ് ഇത് നമുക്കൊരു അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു പറഞ്ഞു തരാം, ജനറൽ നോളജിന് വേണ്ടി പറഞ്ഞതാണ്. നമുക്കൊരു ബ്രിഡ്ജ് ഇവൻ ഈ ഒരു ഫിനോമിനോൺ മൂലം കൊളാപ്സായി പോയിട്ടുണ്ട്. അതാണ് ടക്കോമ നാരോസ് ബ്രിഡ്ജ്. 1940s നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണ് US നമ്മൾ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കുറച്ച് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് തീർച്ചയായിട്ടും പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.